എൻ്റെ ജീവിതം നോക്കാൻ എനിക്കറിയാം. എന്നെ ആരും ഉപദേശിക്കണമെന്നൊന്നുമില്ല. എൻ്റെ സ്വകാര്യ കാര്യങ്ങളൊക്കെ എൻ്റെ മാത്രം കാര്യങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ് ഈ പ്രായമുള്ളവർ പറയുന്നവരെയും ഗുരുക്കന്മാരായിട്ട് പറയുന്നവരെയൊക്കെ ആക്ഷേപിക്കുകയും അവരെയൊക്കെ നിഷേധിക്കുകയും ഒക്കെ ചെയ്ത് ജീവിക്കുന്ന ധാരാളം ചെറുപ്പക്കാരുണ്ട്. നല്ല കാര്യമാണ്. അങ്ങനെ വളരെ ഇൻഡിവിജ്വലായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ അറിയാവുന്ന, എല്ലാം സ്വന്തമായിട്ട് ചെയ്യാൻ അറിയാവുന്ന യുവജനങ്ങളായിട്ട് നമ്മുടെ സമൂഹത്തിലെ കുട്ടികൾ മാറട്ടെ. പക്ഷേ ഒരു കുഴപ്പം മാത്രം അതിനകത്തുണ്ട്. അവസാനം എല്ലാം കുളമായി കഴിയുമ്പോൾ വന്ന് പൊതുവേദിയിൽ വിഴുപ്പലക്കുന്ന ഒരു രീതി ശരിയല്ല. നമ്മൾ കോളേജുകളിലൊക്കെ തന്നെ അധ്യാപകരൊക്കെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെയൊക്കെ നിഷേധിച്ചുകൊണ്ട് നടക്കുന്ന ധാരാളം ആൾക്കാർ, അതുപോലെ തന്നെ വീട്ടിൽ ആരെയും അനുസരിക്കാതെ നാട്ടിൽ ആരെയും അനുസരിക്കാതെ നടക്കുന്ന ധാരാളം ആൾക്കാർ പിന്നീട് പ്രശ്നങ്ങളായി കഴിയുമ്പോൾ അവർ പൊതുസമൂഹത്തിൽ വന്ന് അവരെന്നെ നുള്ളി ഇവരെന്നെ മാന്തി എന്ന് പറഞ്ഞ് വിഴുപ്പലക്കുന്നത് ഒരു നെറികെട്ട ഏർപ്പാടാണ്, ഒരു തരം താഴ്ന്ന ഏർപ്പാടാണ്. അങ്ങനെയല്ല, അത് അങ്ങനെ പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ വരുമ്പോൾ പിന്നെ അത് നേരിടാനുള്ള കപ്പാസിറ്റി നിങ്ങൾ തന്നെ കാണിക്കുക. അപ്പം അവിടെ പ്രശ്നങ്ങളെ നേരിടുന്ന സമയമാകുമ്പോൾ മാത്രം, അല്ലെങ്കിൽ വീഴ്ച വന്നു കഴിയുമ്പോൾ മാത്രം അത് ഓൺ ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റിയും കരുത്തും കറേജും കാണിക്കാത്തത്, അതിനെ നമുക്ക് വളരെ ഒരു മോശപ്പെട്ട കാര്യമായിട്ടേ കാണാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഒന്നുകിൽ പ്രായമുള്ളവർ പറയുന്നതും അധ്യാപകർ പറയുന്നതും ഒക്കെ കുറച്ചൊക്കെ ഒന്ന് കേൾക്കാനും, അവർ പറയുന്നതിനകത്ത് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഒരു വീണ്ടും വിചാരവും തിരിച്ചറിവും ഒക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക.